ഹലോ, എല്ലാവർക്കും സൂബേർഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. +1 സുവോളജി ക്ലാസ്സിലെ ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജോയിൻറ്റ്സ് എന്ന ചെറിയൊരു ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജോയിൻറ്റ്? ജോയിൻറ്റ്സ് ആർ ദ പോയിൻറ്റ്സ് ഓഫ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ബോൺസ് ഓർ ബിറ്റ്വീൻ ദ ബോൺ ആൻഡ് കാർട്ടിലേജ്. അതായത് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ബോൺസ് തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം, അല്ലെങ്കിൽ ഒരു ബോണും ഒരു കാർട്ടിലേജും തമ്മിൽ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കൈമുട്ട്, ആ രണ്ട് ബോൺസ് തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഒരു ജോയിൻ്റാണ്. നമ്മുടെ ബോഡിയിൽ കാണുന്ന പ്രധാനപ്പെട്ട 3 ജോയിൻറ്റുകളാണ്. ഒന്ന് ഫൈബ്രസ് ജോയിൻറ്റ്, സെക്കൻഡ് വൺ കാർട്ടിലേജിനസ് ജോയിൻറ്റ്, തേർഡ് വൺ സൈനോവിയൽ ജോയിൻറ്റ്. ഫസ്റ്റ് ജോയിൻ്റ് ആയിട്ടുള്ള ഫൈബ്രസ് ജോയിൻറ്റ്. ഫൈബ്രസ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഡു നോട്ട് അലോ എനി മൂവ്മെൻറ്റ്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു മൂവ്മെൻറ്റും നമുക്ക് ഈ ഫൈബ്രസ് ജോയിൻറ്റ് വഴി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ സ്കള്ളിൽ കാണുന്ന സ്യൂച്ചേഴ്സ്, കുറേ ബോൺസ് കൂടിച്ചേർന്നാണ് നമ്മുടെ സ്കള്ള് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ സ്കെലിറ്റൻ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സ്കള്ളിൽ കാണുന്ന സ്യൂച്ചേഴ്സ് ഫൈബ്രസ് ജോയിൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സ്കള്ളിൻ്റെ ആ ഒരു പോർഷൻ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഒന്ന് അനക്കാനൊക്കെ ഒന്ന് പറ്റുമോ നോക്കിയേ. അതായത് നമ്മുടെ സ്കള്ള് ഫോം ചെയ്തിരിക്കുന്ന സ്യൂച്ചേഴ്സ് വഴിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ്മെൻറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ജോയിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൈബ്രസ് ജോയിൻറ്റ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഫൈബ്രസ് ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡു നോട്ട് അലോ എനി മൂവ്മെൻറ്റ്. ഒരു മൂവ്മെൻറ്റും കാണിക്കാത്ത ജോയിൻറ്റിനെയാണ് നമ്മൾ ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറീനെ നമ്മൾ പറയുന്ന പേരാണ് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഈ ബോൺസ് ജോയിൻ ടുഗെദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജിനസ്. ഒരു കാർട്ടിലേജിൻ്റെ ഹെൽപ്പ് വഴി എന്ത് ചെയ്യുന്നു, ബോൺസ് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ അലോ സം മൂവ്മെൻറ്റ്സ്. കുറേ മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് പോസിബിൾ ആയിരിക്കില്ല, ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ നമുക്ക് ചെറിയ മൂവ്മെൻറ്റ്സൊക്കെ നമുക്ക് അലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഇനി തേർഡ് കാറ്റഗറിയിൽ വരുന്ന ജോയിൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സൈനോവിയൽ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിൻ്റാണ് സൈനോവിയൽ ജോയിൻറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് പിവറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ്. ഇതാണ് നമ്മുടെ പിവറ്റ് ജോയിൻറ്റ്. പിവറ്റ് ജോയിൻറ്റ് എപ്പോഴും കാണുന്നത് നമ്മുടെ നെക്ക് റീജിയനിൽ സ്കള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന വെർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെർട്ടിബ്രെ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഫോം ചെയ്യുന്ന ജോയിൻറ്റിനെയാണ് നമ്മൾ പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഹിഞ്ച് ജോയിൻറ്റ് നമ്മുടെ ബോഡിയിൽ 2 പാർട്ടിലാണ് കാണുക. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നീ, സെക്കൻഡ് പാർട്ട് നമ്മുടെ എൽബോ. ഒരു വശത്തിലേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം മൂവ്മെൻറ്റ് കാണിക്കുന്ന ജോയിൻറ്റിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. പേര് പോലെ തന്നെ ഒരു ബോള് ഒരു സോക്കറ്റിനകത്തേക്ക് കയറിയിരിക്കുന്നത് പോലെയുള്ളൊരു സ്ട്രക്ചറാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന്. 2 പാർട്ടിലാണ് ഇത് കാണുന്നത്. ഒന്ന് നമ്മുടെ ഹിപ്പ് റീജിയൻ, രണ്ടാമത്തേത് നമ്മളുടെ ഷോൾഡർ റീജിയൻ. നമ്മുടെ റിസ്റ്റിലും അതേപോലെ തന്നെ ആങ്കിളിലും കാണുന്ന ജോയിൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ലാസ്റ്റ് ജോയിൻറ്റിനെ പറയുന്ന പേരാണ് സാഡിൽ ജോയിൻറ്റ്. തമ്പ്, മിഡിൽ ഇയർ, ഷോൾഡർ, ഹീൽ, ഈ പാർട്ടുകളിലാണ് ഈ ജോയിൻറ്റ് കാണുന്നത്. ജോയിൻറ്റുകളെക്കുറിച്ചുള്ള ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ജോയിൻറ്റുകളെക്കുറിച്ചുള്ള ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.